പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അവിടുത്തെ ആണിപ്പഴത്തിലുള്ള കരങ്ങളാൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ പരിശുദ്ധമായ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പലതരത്തിലുള്ള പീഡകളും വേദനകളും ആകുലതകളും ഉൾക്കടതകളും വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ഓരോ ഈ സഹോദരങ്ങളെയും അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ അതിനുള്ള ദൈവിക ജ്ഞാനം നിറച്ച് ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും കരുണയും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ കർത്താവേ. ഒരു ആത്മാവിൽ എളിമയും അനുതാപവും ഉള്ളവരായി തീരാം ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഇന്നത്തെ കൂട്ടായ്മയിലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ കൃപ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു യോഗ്യതയില്ല കർത്താവേ, നിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞങ്ങളത് ഒന്നുകൊണ്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല മാലകമാരും സകല വിശുദ്ധരും നിന്റെ കാവലും കോട്ടയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഒരു കുറവില്ലാതെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അവിടുത്തെ വലിയ ആർദ്രമായ സ്നേഹം ഞങ്ങളുടെ മേലേക്ക് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ നീല കാപ്പിക്കുള്ള ഞങ്ങൾ ഓരോരുത്തരെയും ഇടന്ന് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനോർത്ത് സ്തോത്രം, യേശുവേ മഹത്വം. ആമേൻ. ഈ അനുതാപ ശുശ്രൂഷകളിൽ കൂടി നമ്മൾ കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാമത്തെ തിരുവചനം നമ്മൾ ഓർക്കുകയാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ അനുതാപ ശുശ്രൂഷയിൽ കൂടി നാം കടന്നു വരുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരു എളിമയുള്ളവരും ഒരു അനുതാപ ഹൃദയമുള്ളവരുമായിട്ട് തീരുവാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ തിന്മകളെല്ലാം നമ്മുടെ കുറവുകളും ബലഹീനതകളെല്ലാം നാം അറിയാതെ തന്നെ പലപ്പോഴും ഈ കൃപയ്ക്ക് വിരോധമായി നിന്നതാണ്. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമുക്ക് വന്ന വീഴ്ചകളെ എല്ലാം ഈ സമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ കുറവുള്ളവനാണ് കർത്താവേ, ഞാൻ ബലഹീനനാണ് കർത്താവേ, ഞാൻ അയോഗ്യനാണ് കർത്താവേ, നിന്റെ കൃപ എൻ്റെ മേൽ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരെ നയിക്കണം. ഈശോയെ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്നു എന്ന വചനം യോഹന്നാൻ 1:7 ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. കാൽവരിയിൽ ഞങ്ങൾക്കായി ഒഴുക്കിയ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് കഴുകണമേ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ കുറവുകളും അവിടുന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഉൾക്കൊള്ളുവാനൊന്നും പറ്റാത്തവരായിരുന്നു. തങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായി മറ്റുള്ളവരൊന്നും കരുതാനും കഴിയില്ല. ഞങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനും അവരെ നിരുത്സാഹപ്പെടുത്താനൊക്കെയുള്ള ഒരു ചിന്തയുള്ളവരായി. അങ്ങയുടെ കൃപ, അങ്ങയുടെ കരുണ എന്ന് മനസ്സിലാക്കി അത് ക്ഷമിക്കാനോ പൊറുക്കാനോ സാധിക്കാത്ത പല മേഖലകളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഈശോയെ, ഈ സമയം ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏറ്റു പ്രാർത്ഥിക്കണം. അവിടുത്തെ പരിശുദ്ധ രക്തം എന്നെ കഴുകണമേ ഈശോയെ. നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി
നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഈശോയെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഹൃദയമാണ് കർത്താവിന് ആവശ്യം. ഭാഗ്യമായ ഒരു പ്രകടനങ്ങളല്ല ദൈവസന്നിധിയിലേക്ക് എത്തുന്നത്. നിന്റെ ഹൃദയം തുറന്ന പ്രാർത്ഥനയാണ്. ഞാൻ കുറവുള്ളവനാണ് കർത്താവേ. ആഘാതത്തിൽ നിന്ന് ആ കുറവുകൾ ഏറ്റുപറയുമ്പോൾ ഇന്ന് ദൈവം ഒരു വിടുതൽ അയക്കുന്ന സഹോദരങ്ങളെ, സൗഖ്യം നൽകുന്ന സഹോദരങ്ങളെ, ആരോഗ്യവും ബലവും കരുത്തും നൽകുന്ന സഹോദരങ്ങളെ, സമാധാനവും സ്വസ്ഥതയും തരുന്ന യേശുനാഥൻ. നമുക്ക് നമ്മളെ തന്നെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി ഈശോയേ, സ്തുതി ഈശോയേ, സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. കാൽവരിയിൽ ഒഴുകിയ രക്തം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ യോധയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണു തകർന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ദൈവമേ, മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? Praise the Lord. Hallelujah. Hallelujah. നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ എളിമയും അനുതാപത്തോടും കൂടി ദൈവമേ, നിന്റെ ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 42:1. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായിട്ട് ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ. നീർച്ചാൽ എന്ന് പറഞ്ഞാൽ നീരുറവുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളിലേക്ക് ദാഹത്തോടെ ഓടി വരുന്ന, അന്വേഷിച്ച് കണ്ടെത്തുന്ന മാൻപേടയെ പോലെയാണ്. വല്ലാത്തൊരു ദാഹം. ആ ദാഹത്തോടെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ആത്മീയ ദാഹം ആവശ്യമുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഏത് പ്രതിബന്ധനങ്ങളെയും മുന്നോട്ട് കടന്നു പോകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ഒരു ശക്തി നമ്മുടെ മേൽ വന്നു നിറയണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. സ്നേഹന്മാരുടെ മേൽ നിറങ്ങിയ അതേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇന്നും ഈ കൂട്ടായ്മയിലെ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ആ ദാഹത്തോട് കടന്നു വരുവാനായിട്ട് നമുക്ക് ഈ സമയം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. യേശു പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുക്കും. സഹോദരങ്ങളെ, നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തോടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമുക്ക് ഒഴുകാം. നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങൾ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എല്ലാം പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവാണ്, സഹായകനായ പരിശുദ്ധാത്മാവ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ ആത്മാവിന്റെ ശക്തിയിൽ മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ, വരണമേ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ എൻ്റെ ഈശോയെ. ദാഹിച്ച് നിന്നെ ഞാൻ തേടുമ്പോൾ സ്വർഗം തുറന്ന് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, വിട്ടുമാറാൻ പറ്റാതെ കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് അന്ത്യം വരെയും നടന്നു നീങ്ങുവാൻ, കർത്താവേ നിന്റെ മുഖം കണ്ട് ദർശിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് നിന്റെ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ കൃപയിലേക്ക് കടന്നു വരുവാൻ ഈ ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് അക്കരങ്ങളെ ഉയർത്തി പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിച്ച് മാത്രപ്പെടുത്തിയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ, ആരാധന ദൈവമേ, മഹത്വം. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ, 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 കരകവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹന്മാരുടെ മേൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ശക്തി, പ്രവാചകന്മാരിൽ നിറഞ്ഞ അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അഭിഷേകത്തിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് മുന്നേറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിച്ചു മാത്രപ്പെടുത്താം. അത്ഭുതങ്ങളുടെ കരങ്ങൾ കണ്ട് ദൈവത്തെ നമുക്ക് മാത്രപ്പെടുത്താൻ പറയും സഹോദരങ്ങളെ. സങ്കീർത്തകൻ 66:1 പറയുകയാണ്, ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിനെ ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ, അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകമാണ്. സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയ സഹോദരങ്ങളെ, ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തെ ആർത്തു വിളിക്കുവിൻ. ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തികളുടെ അത്ഭുതങ്ങൾ നമ്മൾ കണ്ട് അനുഭവിച്ചവരാണ്.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ അതെല്ലാം മറന്നുപോകും. എന്നാൽ നമ്മുടെ പിതാക്കന്മാര് നടത്തിയ അതേ ദൈവം ഇന്നും ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഏത് പ്രതികൂലത്തിന്റെ മുമ്പിലും അടിവതറാതെ നടന്നു നീങ്ങിയ പിതാക്കന്മാരോട് കരുണ കാണിച്ച ദൈവം, കൃപ കാണിച്ച ദൈവം നമ്മുടെ മേലുമുണ്ട്. നമ്മുടെ കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിക്കാം. പ്രിയ സഹോദരങ്ങളെ, പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും നടത്തിയ ദൈവം, പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ചെങ്കടലിന്റെ മധ്യത്തിൽ ഉണങ്ങിയ നിലത്തിൽ കൂടി തന്റെ ജനത്തെ നടത്തിയ ഒരു ദൈവം, ആ ദൈവമാണ് നമ്മുടെയും ദൈവം. ഏത് പ്രതികൂലത്തിന് മുന്നിലും ആ ദൈവം നമുക്ക് തുണയും ശക്തിയുമാണ്. നമുക്ക് ആ ദൈവത്തെ സ്തുതിച്ച് മാറ്റപ്പെടുത്താം, ആ ദൈവത്തെ നമ്മൾ ആരാധിച്ച് മാറ്റപ്പെടുത്താം. പ്രിയ സഹോദരങ്ങളെ, അവൻ മാത്രമാണ് വലിയവൻ. അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, യൂദാഗോത്രത്തിന്റെ സിംഹമാണ്. അവൻ ആദിയും അന്തവുമാണ്. ഈ ദൈവത്തെയാണ് നമ്മളെ സ്തുതിച്ച് മാറ്റപ്പെടുത്തുന്നത്. ആ ദൈവത്തിനെ നമ്മുടെ കരങ്ങൾ ഉയർത്തി, ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഉച്ചസ്വരത്തില് ഇടിമുഴക്കം പോലെ, ഇടിനാദം പോലെ ആ വലിയ നാമത്തെ നമുക്ക് നമ്മുടെ ശക്തി മുഴുവനും കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് മാറ്റപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ കർത്താവേ കൃപ വർഷിക്കണമേ, കരുണ വർഷിക്കണമേ, അനുകമ്പ തോന്നണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം ദൈവമേ, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യദായകനേ യേശുവേ കടന്നു വരണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.